നമസ്കാരം എല്ലാവർക്കും. നന്ദുവിടെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, വൺ ലൈൻ ഒന്ന് അയക്കുമെന്ന് ചോദിച്ചപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു വന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വായിച്ച ആൾ അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച ആദ്യം കേൾക്കുകയും ചെയ്തു. അപ്പോൾ എന്റെ കൂടെ ഇരുന്ന് വായിക്കുന്ന ആൾ അതിൻ്റെ അകത്ത് ചില സീക്വൻസ് ഒക്കെ വായിച്ചിട്ട് എന്താണ് ഇങ്ങനെ. അപ്പൊ ഞാനും അവനും ശരിയാണ്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഇത് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തലക്കകത്ത് അത് വർക്കാവണല്ല. ഇത് കഴിഞ്ഞ് നന്ദുവിന്റെ വീട്ടിൽ പോയി കഥ കേൾക്കാനായിട്ട്. കഥ കേൾക്കാൻ നന്ദുവിന്റെ വേർഷനായിട്ട് ഇരുന്നിങ്ങനെ പറഞ്ഞു. കാര്യം അത്യാവശ്യം ഹെവി സബ്ജക്റ്റ് ആണ്, പറയുന്ന കാര്യങ്ങൾ ഹെവിയാണ്. പിന്നെ അത് കഴിഞ്ഞുണ്ടായ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലാലേട്ടനും ശ്രീനേട്ടനും കൂടി വാടകയ്ക്ക് വീടെടുക്കാൻ വേണ്ടി കുതിരപ്പൂർ ചേട്ടൻ്റെ അടുത്ത് പോകുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് പറയും പൂന്തോട്ടം വേണം, ബെഡ്റൂം വേണം, പൂജാമുറി വേണം, ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളി ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് വീട് കൊണ്ടേ കാണിക്കും. എത്ര വാടക കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നേരെ പറയും 2000, 1000, 250, 100 എന്ന് പറഞ്ഞ പോലെ എന്ത് ബഡ്ജറ്റിലാണ് ചെയ്യണമെന്ന് ചുമ്മാ വെറുതെ പുള്ളിയോട് ചോദിച്ചു, ഡയറക്ടറോട്. ബഡ്ജറ്റ് കേട്ടപ്പോ ആ സീൻ കേട്ടോലെ എന്റെ അവസ്ഥ. അതായത് ഇതെല്ലാം ചെയ്യണം, ഇത്രയും ഡിമാൻഡിങ് സബ്ജക്റ്റും വളരെ നിസ്സാര ബഡ്ജറ്റിലും. അപ്പൊ ഞാനപ്പോ വന്ന് ഇങ്ങനെ അതായത് എന്ത് നല്ല നടക്കാത്ത കാര്യം തന്നെയാണ് സത്യം പറഞ്ഞ മനസ്സിൽ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു മച്ചാ ചെയ്യുന്നേ, നമുക്ക് പിടിച്ചു നോക്കാം. അപ്പൊ എന്നോട് ഒറ്റ കാര്യമാണ് പുള്ളി പറഞ്ഞത്, നമുക്കങ്ങനെ അധികം ടേക്ക് എടുക്കാനുള്ള സമയമൊന്നുമില്ല, ഒറ്റ ടേക്കില് റെഡിയാക്കിക്കൊള്ളണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇന്നുവരെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തുടങ്ങി ഷൂട്ടിന് ചെന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിനിമാ ഷൂട്ടിങ്ങും സത്യം പറഞ്ഞ എല്ലാവരുടെയും ഹിമാലയ കയറുന്ന പോലെ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് കയറുന്ന പോലെ പാടുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് നല്ല പാടുകളുള്ള പരിപാടി തന്നെയായിരുന്നു. ഇവരെ പ്രത്യേകിച്ച് ഡയറക്ടർ ടീം, അസിസ്റ്റൻസ് ഓരോരുത്തരും, ആർട്ടിലുണ്ടായിരുന്ന ഓരോരുത്തരും, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന ഓരോരുത്തരും, അവിടെ കിരൺ ചേട്ടനും ബാക്കിയുള്ള പ്രൊഡക്ഷൻ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരും, ആക്ടേഴ്സ്, ചേച്ചിയൊക്കെ പറഞ്ഞപ്പോ ചെറുതായിട്ട് പറഞ്ഞു പോയിരുന്നുള്ളൂ. രാവിലെ തന്നെ ഇത്ര ഉള്ളൊരു നഖം കയ്യില് കയറ്റി വെക്കും, അത് ഊരാൻ പറ്റില്ല. ഈ രാവിലെ കയ്യിൽ കയറ്റി വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം, വേറെ പല പരിപാടികള് നമുക്ക് ഈ നഖം കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഇത്രയുള്ള നഖമാണ്. ഇങ്ങനെ ഇരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. റഷീദ് മേക്കപ്പ് ടീമിലുണ്ടായിരുന്നു ഓരോരുത്തരും. നല്ല കല്ലം പണി ഓരോ ഡിപ്പാർട്ട്മെന്റിലും മോനും, ഈ കുഞ്ഞു മോനും, അഖിലയും, അമ്മച്ചിയും എല്ലാവരും നല്ല അടിപൊളിയായിട്ട്. ഞാൻ ഈ പറയണ എന്താ പറയുക, എനിക്ക് ഇതൊക്കെ ഡബിന്റെ സമയത്ത് കണ്ടെങ്കിലും റിസൾട്ട് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ സത്യത്തിൽ ഇവരോടൊക്കെ എന്താ പറയാ സമ്മതിച്ചു കൊടുത്തവര്. കാര്യം ഇത്രയും ചെറിയ കയ്യിൽ കിട്ടുന്ന പരിപാടിയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഇവർക്ക് ഔട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവരെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഇവന്മാര് പൊളിക്കും, ഒരു ഡൗട്ടും വേണ്ട. ഈ ടീം ഉറപ്പായിട്ട് ഇവര് പൊളിക്കും. മറ്റേ ശങ്കരാടി ചേട്ടൻ ഒരു പശുവിനെ കൊടുത്തിട്ട് പറയില്ല, ഇച്ചിരി തവിടുമുണ്ടാക്കും, ഇത്തിരി വെള്ളം കൊടുത്ത പാല് സിറന്ന് പറഞ്ഞല്ലേ. ഇനിയും കുറച്ചും കൂടി പരിപാടിയൊക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കലക്കും. നല്ല കഴിവുള്ള ടീമാണ്. ഒരുപാട് സന്തോഷം. എന്താ എക്സൈറ്റ്മെന്റ് ആണ് ഞാനിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടറിന്റെ പേര് എഴുതി കാണിക്കും, പ്രൊഡ്യൂസറിന്റെ പേര് എഴുതി കാണിക്കും. പ്രൊഡ്യൂസറിന്റെ പേര് മനസ്സാണ്, ക്രിസ്റ്റഫർ വാർണർ അലക്സാണ്ടർ. ക്രിസ്റ്റഫർ നോളന്റെ അതുണ്ട്, വാർണർ ബ്രോസ് ഉണ്ട്, അതും ഗ്രാൻഡ്. ഇങ്ങനെ പുള്ളിനെ ജനിക്കുന്ന സമയത്ത് തന്നെ അപ്പച്ചനും അമ്മച്ചും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസർ ആക്കണം, ഇങ്ങനെ പേരിട്ട് ഇറക്കണം. കലക്കി. ഞാൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ദ ടീം. എന്തായാലും കലക്കി. മോനും ഇങ്ങനൊക്കെ കലക്കൻ. ശർമാജി, ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഐ എം സോറി. ഈച്ച് ഡിപ്പാർട്ട്മെന്റ് പേരെടുത്ത് പറയേണ്ടതാണ്. അടിപൊളി. മ്യൂസിക് ബ്രദർ അമേസിങ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതും ഈച്ച് എഡിറ്റർ എല്ലാവരും അടിപൊളിയായിട്ടോ. താങ്ക് യു. എല്ലാം ഞാൻ പറഞ്ഞു.